പാർട്ടിയുടെ കാറ് വിറ്റ് ഏതെങ്കിലും മനുഷ്യര് കോളേജ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു ലീഗ് നമ്മളെ കാറ് വിറ്റിട്ട് നമ്മുടെ മെമ്പർഷിപ്പിന്റെ ബാക്കി പൈസ എടുത്തിട്ട് തുടങ്ങിയ കോളേജാണ് ഫറൂഖ് കോളേജ്. അറിയണം, തിരൂരങ്ങാടി യതീംഖാനയുടെ പിന്നിൽ മഹാനായ MK ഹാജി ബാഫഖി തങ്ങളുടെ ആശീർവാദത്തോടുകൂടി അവര് രണ്ടുപേരും ഒന്നിച്ചു നിന്നപ്പോ ആ വലിപ്പമാണ് ഇന്ന് സമൂഹം, ഇന്ന് കേരളം അനുഭവിക്കുന്നത്. അതും മറ്റൊരു സമുദായത്തെ വെറുപ്പിക്കാതെ. ഹൈന്ദവർക്ക് ബേജാറില്ല. പാണക്കാട്ട് കൊലായിൽ കാത്തോലിക്ക ബാഹവ വരികയാണ്, ക്രിസ്തീയ പാതിരിമാര് വരികയാണ്, സ്വാമിമാര് വരികയാണ്. എന്തിനാണിതൊക്കെ? പ്രയാസം ഉണ്ടാകുമ്പോ ഓടിച്ചെല്ലാൻ. ഇപ്പൊ അൻവർ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം കാണാൻ നിലമ്പൂരിൽ പൊരി വെയിലത്ത് നിൽക്കുമ്പോ ഒരു ആശ്വാസത്തിന്റെ കുളിർക്കാറ്റ് കൊള്ളാൻ വന്ന വീടും പാണക്കാട് കൊടപ്പനക്കൽ തറവാടാണ് എന്ന് പറയുമ്പോ ഇതൊരു നിസ്സാരായി കാണണ്ട. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ബ്രിട്ടീഷുകാരൻ പേടിച്ച വീടാണത്. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് പോലീസ് പേടിച്ച വീടാണത്. അവര് ഒരു സമൂഹത്തെയും വെറുപ്പിക്കാതെ എല്ലാവരെയും കൂട്ടുപിടിച്ചു കൊണ്ടുപോവുക. അതാണ് ഓംകാര വിളികൾ, ഓശാന പാട്ടുകൾ, ഓത്തുപള്ളികൾ. അതാണ് ഈ കേരളം. ചന്ദന പൊട്ടുധരിച്ച ചന്ദ്രൻ, നിസ്കാരത്തഴമ്പുള്ള നിസാർ അഹമ്മദ്, കുരിശു ധരിച്ച കുര്യാക്കോസ്. കണ്ടോ പേര്? മുസ്ലിം ലീഗ്. ഈ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സ്നേഹം. കാസർകോട്ടെ 2 MLA-മാർ, AKM അഷ്റഫ്, എന്നെ നെല്ലിക്കുന്ന്, നേരത്തെ ചെർക്കളം CT അഹമ്മദ് അലി, പ്രിയപ്പെട്ട റദ്ദുച്ച. നിങ്ങൾ ആലോചിക്കണം എങ്ങനെ ജയിച്ചു വരുന്നത്. ആ മണ്ഡലത്തിൽ മുഴുവനും മുസൽമാനല്ല. ലീഗ് പോട്ടെ, മുസൽമാനല്ല. 65% ഹൈന്ദവർ. അവിടെ 35% മുസ്ലിങ്ങൾ. ആ 35-ൽ തന്നെ പല തരണ്ട്. നമ്മള് ഇതെല്ലാം ആറ്റിക്കുറുക്കി അരിപ്പയെടുത്ത് അരിച്ചു നോക്കിയാലും കോണി ജയിക്കൂല, ഏണി ജയിക്കൂല. അവിടെയാണ് 10,000-കണക്കിന് ലീഡിന് എന്റെ ആറ്റപ്പൂ തങ്ങളും സയ്യിദ് സ്വാദിഖ് അലി തങ്ങളും എന്റെ പ്രിയങ്കരനായ മുത്ത് ശിഹാബ് തങ്ങളും ഒക്കെ കനിഞ്ഞരളിയ കോണിയിൽ കണ്ണും ചിമ്മി വോട്ട് ചെയ്യുന്നു. ആരെ തോൽപ്പിച്ചിട്ട്? താമരയെ തോൽപ്പിച്ച് 10,000-കണക്കിന് ലീഡിന് അമുസ്ലിം സഹോദരന്മാർ വോട്ട് ചെയ്യുന്നത്. നമ്മൾ പെരുമാറ്റം നന്നായവരായതുകൊണ്ടാണ്. ഇവർ കൂടിയാ കൂടൂല, ഇവര് വിശ്വസിച്ചാ ചതിക്കൂല, ഇവരൊരു മജ്ലിസിൽ വെക്കാം എന്ന് സഹോദര സമുദായത്തിന് തോന്നിയതുകൊണ്ടാണ്. ഗുരുവായൂരിൽ PKK ബാവ മത്സരിക്കുമ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞൊരു സഹോദര സമുദായക്കാരൻ നേർച്ച നേർന്നതായിരുന്നു. എന്റെ CH-നെ കേരളക്കര നീട്ടി വിളിച്ചത് CHM കോയ. CHM കോയ. C for Christian, H for Hindu, M for Muslim. CHM കോയ. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ, മതസൗഹാർദ്ദത്തിന്റെ കോയ. ഈയിടക്കടുത്ത് മരണപ്പെട്ട MT വാസുദേവൻ നായർ ബാബരി മസ്ജിദ് പതനശേഷം ചില ദുഷ്ടന്മാരുടെ കൈകൾ അമ്പലങ്ങൾക്ക് നേരെ തിരിഞ്ഞ സമയത്ത് അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തുമ്പോ ആ കത്തിക്കരിഞ്ഞ വാതില് കാണാൻ എന്റെ പൊന്നു ശിഹാബ് തങ്ങൾ വന്നൊരു രംഗുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ തോളിൽ കൈയിട്ട്, ഇടത്തെ കൈ ഹമീദ് മാഷ തോളിലൊട്ട്. ഇന്ന് മലപ്പുറം ജില്ലാ ലീഗിന്റെ സെക്രട്ടറി, തേഞ്ഞിപ്പല MLA, അവര് രണ്ടാളെ തോളിലും കൈയിട്ട്. വന്യരായ തങ്ങള് അമേരിക്കയിൽ ചികിത്സക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വയ്യാതെ ആ രണ്ടാളെയും കയ്യും പിടിച്ചിട്ട് ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ കരിഞ്ഞ വാതില് കണ്ടിട്ട് വേദനിക്കുന്ന ഹൈന്ദവരുടെ മുന്നില് ആശ്വാസത്തിന്റെ കുളിർമഴയായി പെയ്തിറങ്ങാൻ വന്നപ്പോ MT വാസുദേവൻ നായർ പറയാണ്, ഓ ഈ മനുഷ്യനെ പോലത്തെ ഒരാൾ കേരളത്തിൽ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അബ്ബേ ദൈവമേ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഞാൻ ഇടക്കിടക്കൊക്കെ ഓർത്തു പോകാറുണ്ടായിരുന്നു. നമ്മുടെ പൂർവ്വസൂരികളെല്ലാം അങ്ങനെയാണ്.
എവിടെ സമാധാനം പോയോ? തോട്ടിക്കൽ പ്രദേശത്ത് ഒരു സംഘർഷമുണ്ടായാൽ, ഒരു കലാപമുണ്ടായാൽ ഈ ഇരുത്തരിക്കൂല. രാത്രി മദ്രസ നടക്കൂല, പകല് മദ്രസ നടക്കൂല, ഒരു മജ്‌ലിസുന്നൂർ ഉണ്ടാവൂല, ഒരു ഏർപ്പാടുണ്ടാവൂല. സമാധാനം കാക്കണം, സൗഹാർദ്ദം നിലനിർത്തണം, സാമുദായിക ഐക്യം നിലനിർത്തണം. ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബേജാറുണ്ടാകാൻ പാടില്ല. അവരെ ബേജാറാക്കി മുന്നോട്ട് നീങ്ങരുത്. വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പോയാൽ അത്ഭുതം ഉണ്ടാക്കാൻ സാധിക്കും, അത്ഭുതം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് നമ്മളെ കുറിച്ച് പറയാണ്. ഇതാ ഈ വർഗീയവാദികൾ പാണക്കാട് സ്വാദിഖലി തങ്ങള് ഈ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന വർത്താനവും കേട്ടിട്ട് ഒരു പ്രിയങ്കയെ ജയിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരു സഖാവ് പറയാണ്, വിജയരാഘവൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ അങ്ങനെ നോക്കിയാണോ? ഇവിടെ സുധാകരനെ ജയിപ്പിച്ചവരാ നിങ്ങള്. നേരത്തെ കരീം ജയലാരി പറയുമ്പോ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇനിയിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു ഹൈന്ദവൻ മത്സരിക്കുകയാണെങ്കിൽ ലീഗേരെ കോട്ടയിൽ വന്നിട്ട് പറയും, ഇതാ കണ്ട ഇവൻ RSS അല്ല, ഒരു മുസ്ലിം ആണെങ്കിൽ ജമാഅത്താ, SDPI എതിരാളിയുടെ വർത്താനാണ്. CPM അതിന്റെ മുന്നിൽ നിൽക്കുകയാണ്, അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മുമ്പുണ്ടായില്ലേ? തിരൂരങ്ങാടിയിൽ ആന്റണിയെ നിർത്തി ജയിപ്പിച്ചവരാ നമ്മള്. അങ്ങനെ ആർക്ക് സാധിക്കും? ഇപ്പോ ഷാഫിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഷാഫിയെ പോലത്തെ ഒരാളാണോ ഇവിടെ മത്സരിക്കുക? അതിന്റെ വെളിവില്ലാത്ത വർത്താനാണ് ആ കാഫിർ. എന്താ, നമ്മളൊരു നോട്ടീസ് ഇറക്കിയതായിട്ട് വരുത്തി തീർക്കുക. എങ്ങനെ? ഇവിടെ 5 വക്ത് നിസ്കരിക്കുന്ന മുസൽമാനാണ് ഷാഫി എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായക്കാരൊക്കെ എന്റെ കൂടെയാണ്. മറ്റേ സ്ഥാനാർത്ഥി കാഫിറാന്ന് നമ്മൾ പറഞ്ഞിരിക്കണെന്ന് വരുത്തി തീർക്കുക. എന്നാ ഇതിന്റെ വാപ്പാൻ ഇതുവരെ പിടിച്ചിക്കണോ? ഈ സ്ക്രീൻഷോട്ട് എവിടുന്ന് വന്നു എന്ന് ആർക്കും കിട്ടൂലേ? ഞാൻ വെറുതെ പറയണോ? നിങ്ങൾക്ക് അറിയോ നാട്ടുകാരെ? എന്റെ മലപ്പുറം ജില്ലയിലെ ഈറക്കടുത്ത് ഈ 2 ആഴ്ച മുമ്പേ 17 വയസ്സായ +1 ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 17 വയസ്സ്. എന്താ കാര്യം? വാട്സപ്പിൽ ഇതുപോലെ ഒന്ന് ഇട്ടതാണ്. അവനിട്ടത് എന്താണെന്നറിയോ? ഇപ്പൊ ഒരു 3-4 ആഴ്ച മുമ്പേ 3 ദിവസം തുടർച്ചയായി പേമാരി വന്നല്ലോ, മഴ. അപ്പോ അധിക ജില്ലയിലും കലക്ടർമാര് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. ഞങ്ങളെ മലപ്പുറത്തെ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല. ഈ ചെറുക്കൻ കലക്ടറായിട്ട് സ്വന്തമായിട്ടാണ് പ്രഖ്യാപിച്ചത്. 17 വയസ്സുള്ളവൻ. അവൻ എഴുതിയത് എന്താണെന്നറിയോ? സ്ക്രീൻഷോട്ട്. കാലവർഷക്കെടുതി കാരണം പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ മലപ്പുറം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുന്നു. അങ്ങനെ ഹാജർ കുറഞ്ഞു, കുട്ടികൾ വന്നില്ല, അധ്യാപകരും അങ്ങനെയൊക്കെ വരാതിരുന്നപ്പോ പരസ്പരം DEOക്ക് അന്വേഷണം പോയി. നോക്കുമ്പോ കലക്ടർ ഇത് അറിഞ്ഞിട്ടില്ല. ഈ 17 വയസ്സായ ചെറുക്കൻ ഒരു 5 മിനിറ്റ് കലക്ടറായതാണ്. അതാണ് പ്രശ്നമായത്. നമ്മളെ കുട്ടികളെ ഒരു സ്ഥിതിയാണ്. ഒരു +2കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പം കുട്ടി. നമ്മളൊക്കെ കുട്ടികളെ, ഇപ്പൊ എന്റെ മോൻ രാവിലെ എണീറ്റ് വന്നാൽ ചോദിക്കുന്നു സ്കൂൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നുണ്ടോ അവധി ഉണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന്. അപ്പൊ പിന്നെ ചോദിക്കുന്നത് സമസ്ത പ്രഖ്യാപിച്ചോന്ന് ചോദിച്ചു. പിന്നെ അവർക്ക് മദ്രസ ഒഴിവിട്ടണം. മദ്രസ സ്കൂൾ ഒഴിവാന്ന് കേട്ടാന്ന് വലിയൊരുനാള് വെള്ളിയാഴ്ച ഒന്നിച്ചു വന്ന പോലെയാണ് കുട്ടികൾക്ക്. കാളി മാസപ്പിറവി പ്രഖ്യാപിച്ചതിനേക്കാൾ ആരവാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചാല് നമ്മളെ കുട്ടികൾക്ക്, അല്ലേ? അങ്ങനെയുള്ള മദ്രസയിൽ പോവാതിരിക്കാൻ, സ്കൂളിൽ പോവാതിരിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. അത് ഞാൻ മുമ്പ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഉസ്താദ് ഖിയാമത്ത് നാളിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ക്ലാസ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിരി, അഖീദയിലെ പാടാണ്. കുട്ടികളെ ശ്രദ്ധിക്കണം എന്നാണ്. കുട്ടികളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോ കുട്ടികളെല്ലാരും ശ്രദ്ധിച്ചു. പുസ്തകമൊക്കെ അടച്ചു വെക്കുന്നതാണ്, എല്ലാരും അടച്ചു വെച്ചു. ഉസ്താദിനെ നന്നായി ശ്രദ്ധിച്ചു. ഉസ്താദ് പറഞ്ഞു, ആഖിർ സമാനായാൽ കുറെ അടയാളങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതും. അത് ഊതിക്കഴിഞ്ഞാൽ ആകാശം പൊട്ടിക്കീറും. കുട്ടികളാകെ പരസ്പരം നോക്കി, റബ്ബേ ആകാശം പൊട്ടിക്കീറും, നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും. ഭയങ്കര ബേജാറിലായി. പർവ്വതങ്ങൾ ഛിന്ന ഭിന്നമാകും. ബേജാറാൻ ഒടുക്കലും പോണം. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു, കടല് ആളിക്കത്തും. കുട്ടികളാകെ ശ്വാസം വിടാതെ കണ്ണു നെറുവിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കടല് ആളിക്കത്തും. അന്ന് ഭൂമിയല്ലാത്തതാക്കി മാറ്റപ്പെടും. യൗമ തുബദ്ദലുൽ അർള് ഗൈറൽ അർള്.
ഭൂമിയെ അന്ന് ഭൂമി അല്ലാത്തതാക്കി മാറ്റപ്പെടും. കുട്ടികളിങ്ങനെ ശ്വാസമില്ലാതെ ഇരിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, അന്ന് അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല, അന്ന് അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നിലെ ബെഞ്ചിൽ നിന്ന് ഒരു ചെക്കൻ നീറ്റ് ചോദിക്കാത്രേ, അന്ന് മദ്രസ ഉണ്ടാവുമെന്ന്. ഓനെ അപ്പൊ സദർ ഉസ്താദ് മരിച്ചിട്ട് വേണോ ഒന്ന് മദ്രസക്ക് വരാതിരിക്കാൻ കാത്തിരിക്കുക. അതാണ് നമ്മളെ കുട്ടികളുടെ ആഗ്രഹം. അങ്ങനെ ഒരു 17 വയസ്സുള്ള ചെറുക്കൻ ഈ സ്ക്രീൻഷോട്ട് ഇട്ടപ്പോ ആ സ്ക്രീൻഷോട്ടിനെ പിന്തുടർന്ന് പോലീസ് ആ ചെറിയ മോനെ പിടിച്ചു, കേസ് ചാർജ് ചെയ്തു. മലപ്പുറം ജില്ലയിൽ. എന്താ കാഫിറിന്റെ ബാപ്പാനെ പിടിക്കാത്തത്? ഇതുപോലെ പോയാ മതി, പോകാൻ അറിയായിട്ടല്ല, ഇതുപോലെ പോയാ മതി. അപ്പൊ PC ജോർജ് ഇന്നലെ പറഞ്ഞ വർത്താനം എന്താ? കയ്യും കണക്കൂല്ല, കയ്യും പോടേ, പാകിസ്ഥാനിൽ പോടേ എന്നൊക്കെ പറഞ്ഞ് നമ്മളറിയണം. പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധമുണ്ടായപ്പോ സ്വന്തം മകനെ, പൊന്മകനെ പട്ടാളത്തിലേക്ക് പറഞ്ഞയക്കാൻ ഈ ലീഗിന്റെ അമരത്തിരുന്ന ഇതിന്റെ ശില്പി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നെഹ്റുവിന് ഒരു കത്തെഴുതിയിട്ടുണ്ട്. നെഹ്റുജി, എനിക്ക് സർവശക്തനായ റബ്ബ് തന്ന നിഅമത്തുകളെല്ലാം ഈ സമുദായത്തെ സേവിച്ച കാരണത്താൽ എന്റെ തുകൽ ഫാക്ടറി അടക്കം എനിക്ക് വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ ഇപ്പോൾ അമാനത്തായിട്ടുള്ളത് എന്റെ ഏക മകൻ മിയാഖാനാണ്. എന്റെ ഈ മുഹമ്മദ് മിയാഖാൻ എന്ന മോന് മാത്രമാണ് നിന്റെ കയ്യിലുള്ളത്. ഇന്ത്യക്ക് വേണ്ടി തരാൻ എനിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ പൊന്നുമോനെ ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് സ്വതക്ക ചെയ്യാൻ. ഈ മിയാഖാൻ ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് പാകിസ്ഥാന്റെ വെടിയുണ്ടേറ്റ് മരിച്ചാൽ ഈ മുഹമ്മദ് ഇസ്മായിൽ അതിൽ അഭിമാനം കൊള്ളും. ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് കത്തിലെഴുതിയ മഹാനാണ് മഹാനായ ഖായിദെ മില്ലത്ത്. നമ്മളുണ്ടോ പാകിസ്ഥാന്റെ കൂടെ പോയിട്ട്? പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തവരാ നമ്മള്. എന്റെ അഹമ്മദ് സാഹിബിന്റെ നാട്ടിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അഹമ്മദ് സാഹിബിന്റെ അനുസ്മരണം ഇന്റർനാഷണൽ ലെവലിൽ തന്നെ കണ്ണൂരിൽ വെക്കാൻ പോകുക അവിടുത്തെ ജില്ലാ കമ്മിറ്റി എന്ന് പ്രിയപ്പെട്ട കരീം ചേലേരി ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഫലസ്തീൻ അംബാസഡർ വരണം, അതുപോലെ UNOയിൽ നിന്ന് ആരെങ്കിലും വരണം, അപ്പോഴേ ഇന്റർനാഷണൽ ആവൂ. ഫലസ്തീന്റെ അംബാസഡർ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്, കേൾക്കേണ്ടതാണ്. എന്നപോലെ അന്നത്തെ മസ്ജിദുൽ അഖ്സായിൽ, ബൈത്തുൽ മുഖദ്ദസിൽ, നിങ്ങൾ അറിയണം, മസ്ജിദുൽ അഖ്സായിൽ യാസർ അറഫാത്തിന്റെ കൂടെ അവിടുത്തെ പള്ളിയിലെ ഇമാം ഇക്രീമ സാബ്രി അഹമ്മദ് സാഹിബിന്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അല്ലാഹുമ്മ അൻസുർ മൻ നസറ ദീന നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബേ ഞങ്ങളെ സഹായിക്കുന്ന ഇവരെ നീ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആശീർവദിച്ച് അനുഗ്രഹിച്ചു വിട്ട അവരൊക്കെ വിളിക്കണം. ആ പൊന്നു അഹമ്മദ് സാഹിബ് നിങ്ങൾ അറിയണം. അവിടുത്തെ ശ്രദ്ധിക്കാം. എന്ത് പറഞ്ഞപ്പോഴാ തിരിഞ്ഞു പോകുന്നതെന്ന് മനസ്സിലായി. അവിടെ ഞാൻ പറഞ്ഞു നിർത്തി. പാകിസ്ഥാൻ, ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യം പരിചയപ്പെടുത്താൻ ഞാൻ കരീം ചേലേരിയോട് പറഞ്ഞു. ഇപ്പോ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ ഈജിപ്തിൽ കൊണ്ട് പരിചയപ്പെടുത്തിയ ആളാണ് അഹമ്മദ് സാഹിബ്. അഹമ്മദ് സാഹിബ് ഇന്ത്യയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് ഈജിപ്തിൽ കൊണ്ടുപോയിട്ട്, മിസ്രിൽ അവിടെ കൊണ്ടുപോയിട്ട് ഇന്ത്യന്റെ ഇലക്ഷൻ കമ്മീഷനെ പരിചയപ്പെടുത്തിയ മഹാനാണ്. നമ്മൾ ഈ ജനാധിപത്യത്തിന്റെ കൂടെ നിന്നവരാണ്, നമ്മൾ ഈ നാടിന്റെ കൂടെ നിന്നവരാണ്. സൂര്യനെ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കാൻ രണാങ്കണത്തിൽ തേര് തെളിച്ച സച്ചരിതരാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ. മഹാനായ വാരിയംകുന്നത്തിനോട് അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോ എന്താ പറഞ്ഞ വർത്താനം? ഇക്കൊരു പൂതിയേ ഉള്ളൂ, എന്റെ വെടിയുണ്ട വരുന്നത് കാണണം, പുറങ്ങനെ നിർത്തിയിട്ട് പിന്നിൽക്ക് വെക്കല്ലേ, ഇങ്ങോട്ട് തിരിഞ്ഞിക്കണം, കൺകുളിർക്ക കാണണം, വെടിയുണ്ട വരുന്നത് വെക്കട വെടി എന്ന് പറയാൻ പിരിമാറ് കാട്ടിയ ഈ വാരിയംകുന്നന്റെ ടീമിനെ നോക്കി ഒരു PC ജോർജ് പറയാ, പോടേ എങ്ങോട്ട്? നമ്മൾ ഈ നാടിന്റെ മക്കളാണ്, ഒരേ ഞെട്ടിയിലെ പൂക്കളാണ്, നമ്മൾ ആരെയും വെറുപ്പിച്ചില്ല. അപ്പൊ സംശയം ഒരു മുസ്ലിം താമസിക്കുന്ന പ്രദേശത്ത് റോട്ടിൽ വീണ ഫ്രൂട്ടിയുടെ പാക്കറ്റിന്റെ മുകളിൽ ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് എന്ന് ഒച്ചപ്പെട്ടാൽ പാകിസ്ഥാന്റെ ഒച്ച. ഏതെങ്കിലും ഒരു മുസൽമാന്റെ അടുക്കളയിലെ അടുപ്പിൽ വീണ കടുകുമണികൾ കിടുകിടാ പൊട്ടിത്തെറിക്കുമ്പോ
പാകിസ്ഥാന്റെ പീരങ്കിപ്പട അടുക്കളയിൽ വന്നു എന്നും അട്ടത്ത് നിന്നെങ്ങാനും ഒരു എട്ടുകാലി ഇറങ്ങിയാൽ ആയുധം നിറച്ച പാകിസ്ഥാന്റെ ഹെലികോപ്റ്റർ ആണെന്നും പറയുന്നവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞങ്ങൾ ഈ നാടിൽ അതിന് ചോദ്യം ചെയ്യാൻ PC ജോർജ് വർത്താനം പറഞ്ഞു. മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേർ എന്തിനാ ലീഗിനെന്ന് ചോദിക്കുന്നവരുണ്ട്. ലീഗ് എന്തിനാ മുസ്ലിമിന്റെ കാര്യം നോക്കുന്നത്? ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ കാര്യം നോക്കാൻ വേറെ ഞങ്ങളില്ലേ എന്ന് ചോദിക്കുന്നവർ ആലോചിക്കണം. ഈരാറ്റുപേട്ടയിലെ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് PC ജോർജിനെതിരെ പോലീസിൽ പരാതി കൊടുത്തത്. യൂത്ത് ലീഗിന്റെ പൊന്നു മക്കള് ഈരാറ്റുപേട്ട ഒന്ന് പോയി നോക്കണം. നിങ്ങൾ അവിടെ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. 40 കൊല്ലം മുസ്ലിം ലീഗ് ഒറ്റക്ക് ഭരിച്ച പഞ്ചായത്താണ്. അവിടെ SDPയുടെ സാന്നിധ്യം വന്നതോടുകൂടിയാണ് എല്ലാം തകിടം മറിഞ്ഞത്. ഇടതുപക്ഷത്ത് സഹായിച്ചു പോയി. ഇവര് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾ കുന്തുള്ളത്. നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ എല്ലാ സ്ഥലത്തും അധ്വാനിച്ചില്ലേ? ഓരോരുത്തരും നോക്കൂ. സിമി ശ്രദ്ധിച്ചത് എവിടെയാണ്? സിമിയുടെ ഒരു മുദ്രാവാക്യം, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. ആ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാ? പ്രൊഫസർ അബ്ദുൽ വഹാബ്. ആ അബ്ദുൽ വഹാബ് MK മുനീറിനെതിരെ കോഴിക്കോട് സൗത്തിൽ മത്സരിച്ചത് LDF സ്ഥാനാർത്ഥിയായിട്ടാണ്. LDF സ്ഥാനാർത്ഥി അബ്ദുറബിനെതിരെ മത്സരിച്ചു. LDF സ്ഥാനാർത്ഥിയായിട്ട് അവരാ പറയുന്നത് നമ്മള് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാണ്. നമ്മൾ ഈ നാട്ടിൽ നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ സൗഹാർദ്ദം കാക്കണമെന്ന് ചിന്തിക്കുന്നവരുമാണ്. ആ മുസ്ലിം ലീഗ് നമ്മുടെ ആയുഷ്കാലത്ത് നശിക്കാൻ പാടില്ല. നമ്മുടെ ദഫ് പ്രദർശനല്ലേ അല്ലേ? അല്ല, അവരൊക്കെ കൗതുകത്തോടുകൂടി അതിന് കാത്തിരിക്കാന്ന് എനിക്കറിയാം. നിർത്താം. 10 മിനിറ്റ് കൂടെ നിർത്താം അല്ലേ? നിങ്ങൾ പറഞ്ഞില്ല, അതുകൊണ്ടാണ്. എത്ര മണിക്ക്? 9:50 കുട്ടികള് മദ്രസ പ്രശ്നം. അതെ, നിങ്ങൾ ആരും ഓർമ്മപ്പെടുത്തിയില്ല. ഞാൻ അങ്ങനെ ആവേശത്തിൽ പറഞ്ഞു പോയി. നിങ്ങളാണെങ്കിൽ ലീഗ് തലേ കയറിയൊരു, ഞാനാണെങ്കിൽ ലീഗ് തരിപ്പി പോയ ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ അങ്ങനെ നീണ്ടുപോകും. കാരണം ഞാൻ ഇവിടെയുള്ള ആളുകളോട് പറയാണ്, നമ്മുടെ ആയുഷ്കാലത്ത് ഇതിന് കേടുപാട് വരരുത്. ഇപ്പൊ പുതിയ കുറെ പ്രതിസന്ധികളുണ്ട്. വാട്സപ്പും ഫേസ്ബുക്കും അങ്ങ് എടുത്താൽ പരസ്പരമുള്ള കലഹങ്ങൾ തമ്മിലടിച്ചാൽ ലക്ഷദ്വീപിൽ BJPയെ ജയിപ്പിച്ച NDA മുന്നണിയിലേക്ക് ആളെ പറഞ്ഞയച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള ലക്ഷദ്വീപിൽ നിന്ന് സ്ഥിരമായി ജയിക്കുന്ന PM സയ്യിദിനെ തോൽപ്പിച്ചു. മാറ്റത്തിനൊരു വോട്ട് അത് നാറ്റത്തിനൊരു വോട്ടായി മാറി. നമ്മളൊന്ന് മനസ്സ് വെച്ചാ മലപ്പുറത്തും തോൽപ്പിക്കാം, എല്ലായിടത്തും തോൽപ്പിക്കാം. എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുന്നത്. ഇപ്പൊ അബ്ദുറഹിമാൻ താനൂരിൽ മത്സരിക്കുമ്പോ PK ഫിറോസ് 900 വോട്ടിനാ തോൽക്കുന്നത്. താനൂരിന്റെ പ്രത്യേകത എന്താ? കേരളക്കരയിൽ ദർസ ആരംഭിച്ച ആദ്യത്തെ പ്രദേശങ്ങളിൽ ഒന്നാണ് പൊന്നാനിയും താനൂരും. ആ താനൂരിൽ 13 BJP സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അബ്ദുറഹിമാൻ ആദ്യം മത്സരിക്കുമ്പോൾ 13 കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പാലിറ്റി വരുന്നതിന് മുമ്പേ 13 ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു. താമരക്ക് ലീഡുള്ള 13 സ്ഥലത്തും നിയമസഭയിൽ കപ്പും സോസറും ലീഡ് കോണിക്കെതിരെ. എന്താ ഇതിന്റെ മലയാളം? ഇപ്പൊ 7 മെമ്പർമാരുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ അബ്ദുറഹിമാൻ ലീഡ്. നിയമസഭയിൽ LDF ലീഡ്, ഇവിടെ ഇങ്ങനെ ലീഡ്. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോ 117 ബൂത്തിൽ 2ാം സ്ഥാനത്ത് BJP. എന്തു പറ്റി? അവിടുത്തെ ഇടതുപക്ഷത്തിന് ആർക്കാ മാറ്റം വന്നത്? ചിന്തിക്കണം. ഇത് അപകടകരമായ പോക്കാണ്. സഖാവ് പിണറായി മോഡിയെ തൃപ്തിപ്പെടുത്താൻ എന്തും ചെയ്യുന്ന പരുവത്തിലേക്ക് പോയി എന്നാണ് അൻവർ പറയുന്നത്. അൻവർ അത് നിലമ്പൂര് മാത്രമല്ല പറഞ്ഞത്. അൻവർ കോഴിക്കോട്ട് അങ്ങാടിയിൽ പറഞ്ഞു, കളമശ്ശേരി പറഞ്ഞു, എറണാകുളത്ത് പറഞ്ഞു. അൻവർ ഇപ്പൊ മജീദ് ഗുരുക്കള് തൈലം വെക്കാൻ നടക്കണായിരുന്നു നടന്ന് പറയാണ്. ഒടിവ്, ചതവ്, വാദം, ഉന്മേഷക്കുറവ്, താല്പര്യമില്ലായ്മ, ഇത് കേൾക്കുമ്പോ അങ്ങനെയുള്ളവരൊക്കെ വരികയാണ്.
പിണറായിയുടെ ഈ പോക്കിൽ ഉന്മേഷമില്ലാത്ത സഖാക്കൾ, ബൂത്തിൽ കത്ത് നടത്താൻ അതുപോലെ തന്നെ താല്പര്യക്കുറവുള്ള സഖാക്കളൊക്കെ അൻവറിന്റെ പ്രസംഗം കേട്ടപ്പോൾ മാറി. പലരും മാറി. പുന്നപ്ര വയലാർ എന്നൊക്കെ മലപ്പുറത്തേക്ക് പ്രസംഗം കേൾക്കാം. പുന്നപ്ര വയലാർ എന്ന് പറഞ്ഞാൽ ഇവരെ ബദറു ഉഹദുവാണ്. ഈ മൊറാഴ കുന്നിന്റെ അവിടുന്ന് വന്നിരുന്നു. മൊറാഴ കുന്ന് പറഞ്ഞാൽ ഇവരെ ഉഹദ് മലയാണ്. ആലോചിക്കണം. ജാതിയും മതവും പറഞ്ഞെല്ലാം എന്താക്കുകയാണ്. INL വന്നപ്പോ സേഠ് സാഹിബിനോട് നിങ്ങൾ വെച്ച ഡിമാൻഡ് എന്താ അറിയോ? INL ഞങ്ങൾ ഇടതു മുന്നണിക്ക് എടുക്കൂല, എടുക്കണമെങ്കിൽ സേട്ടു ശരീഅത്തിനെ തള്ളി പറയണം. നോക്കണം, ശരീഅത്തിനെ തള്ളി പറഞ്ഞാലേ എടുക്കൂ. അന്ന് കേരള കോൺഗ്രസ് പറഞ്ഞു എന്നാ ഞങ്ങൾ വരട്ടെ. കേരള കോൺഗ്രസിനോട് പറഞ്ഞു പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളി പറയണം, പള്ളിനെ തള്ളി പറഞ്ഞാലേ എടുക്കുള്ളൂ. ഇപ്പൊ കണ്ട അഹമ്മദ് ദേവർകോവിൽ കുറച്ച് മന്ത്രിയായി, അധികകാലമില്ല. എന്നാലും വേണ്ട വിധം പരിഗണിച്ചോ? പരിഗണിച്ചില്ല. അപ്പൊ അടുത്ത് ട്രെയിനിൽ വെച്ച് കണ്ടു. നാഗർകോവിൽ എക്സ്പ്രസിൽ വെച്ച് ഞാൻ ഈ ദേവർകോവിലിനെ കണ്ടു. ഒരു എനിക്ക് ചോദിക്കാൻ തോന്നിപ്പോയി. ഞാൻ പറയുന്നത് എന്താണെന്നറിയാം? മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ രംഗത്ത് സാമുദായിക ഐക്യത്തിന്റെ കാര്യത്തിൽ, ജീവകാരുണ്യത്തിൽ, ആ വയനാട് വിഷയത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന നന്മ ചെറുതാണോ? എല്ലാവരും പറയുന്നു തങ്ങളെ പേരിൽ കാശായക്ക്. എന്താ? വിശ്വസിച്ചേൽപ്പിക്കാം. എന്നാൽ ഇവിടത്തതെല്ലാം തകിടം മറിഞ്ഞു. പാർട്ടിക്കകത്ത് അൻവർ പറഞ്ഞിട്ട് പിടുത്തം കിട്ടാത്തതുകൊണ്ടാ പുറത്ത് കടന്ന് പറയണം. അപ്പൊ പാർട്ടിക്കകത്ത് അൻവർ പറഞ്ഞു, KPA മജീദിനെതിരെ മത്സരിച്ച പുളിക്കലകത്ത് നിയാസ് പറഞ്ഞു, പിന്നെ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ പറഞ്ഞു, മുന്നണിക്കകത്ത് വെളിയം ഭാർഗവനും പറഞ്ഞു. ആര് പറഞ്ഞിട്ട് ഇയാൾ മാറുന്നില്ല. ചിലരെ വിചാരം എന്താ? പിണറായി പറയുന്നു ഞാൻ ഊരിപ്പിടിച്ച വാളിന്റെ മുന്നിലൂടെ നടന്നു. എന്നാന്നറിയില്ല ഏത് ഊരിപ്പിടിച്ച വാള്. അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പുതിയങ്ങാടി നേർച്ചക്ക് മടവാള് വിൽക്കുന്നതിന്റെ ഇടയിൽ കൂടി ഞാനും കുറെ നടന്നു. അതൊന്നും ഒരു വലിയ കാര്യമല്ല. ഊരിപ്പിടിച്ച വാളിന്റെ മുന്നിലൂടെ നടന്ന ആളാണെങ്കിൽ എന്താ PC ജോർജിന്റെ കാര്യത്തിൽ ഒരു വർത്താനം മിണ്ടാത്തത്? ഇവിടെ സമസ്തക്കെതിരെ കേസെടുത്തില്ലേ നിങ്ങൾ? കാസർകോട്ട് നരേന്ദ്രമോദിയെ വിമർശിച്ച കാരണത്താൽ പൗരത്വ റാലിയിൽ എത്രയെത്ര മഹല്ലുകളാണ് കേസിൽ, എത്രയെത്ര മഹല്ലുകളാണ് കേസിൽ. കൊടിയേരിയ പറഞ്ഞത്. കാരണം എന്താ? സദർ ഉസ്താദ്, ഖത്തീബ്, മുദരിസ് എല്ലാം കൂടി CAA NRC റാലിക്ക് മുന്നിൽ നിന്ന് പോയപ്പോ പള്ളിയുടെ അവിടുന്ന് തുടങ്ങിയ ജാഥായതുകൊണ്ട് ഖുലൂ തക്ബീർ എന്ന് വിളിച്ചുപോയി. കൊടിയേരി പറഞ്ഞു, ദാ ആ മുഴക്കം നല്ലതല്ല, അത് നല്ല ലക്ഷണമല്ല. ഉടനെ മുഖ്യമന്ത്രി നിയമസഭയെ പറഞ്ഞു, എന്ത്? CAA NRC റാലിയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറി. ഇത് കേട്ടപ്പോ നരേന്ദ്രമോദി പറഞ്ഞു, എന്ത്? കേരള കെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ने कहा CAA NRC റാലി में ആതങ്കവാദി है. ആരാ പറയുന്നത്? മോഡി. ഏതുണ്ടാക്കി കൊടുത്തു? പിന്നെ നമ്മൾ അച്യുതാനന്ദൻ ഒരു ദിവസം വെറുതെ അങ്ങനെ ഇരിക്കുമ്പോ മൂപ്പർക്കൊരു മൂച്ചിപ്പിരാന്ത്. മൂപ്പര് അങ്ങനെയാണ്, വെറുതെ ഇരിക്കുമ്പോ ഒരു ഹാലാണ്. മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാകുന്നു എന്ന് പറഞ്ഞത് അന്നാണ്. ഇപ്പൊ ഒരു നേതാവ് പറഞ്ഞല്ലോ അടുത്ത്, മലപ്പുറത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ചേഞ്ച്, മാറ്റം, മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടം മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പാർട്ടി പറയാം, മാറ്റുവിൻ ചട്ടങ്ങളെ എന്നൊരു പാട്ടുണ്ടായിരുന്നു. അരിപ്പാമ്പർക്കൊക്കെ അറിയാം. എന്നാൽ മാറ്റുവിൻ തട്ടങ്ങളെ എന്നായി മാറിയ പാർട്ടി. നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ നാള് പറഞ്ഞു പിണറായി വാർത്താൻ ഈ സ്വാദിക്കലി തങ്ങള് ഈ SDPI PDP ഇവരെല്ലാം കൂടി കൂട്ടുപിടിച്ചിട്ട് ഇവർക്ക് വഴിമരുന്നിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സ്വാദിക്കലി തങ്ങളും ഇവർ ഒന്നിച്ച് ഈ നാടിനെ ഖലീഫമാരെ യുഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നോക്കണം, ഏതാ ഖലീഫ? അബ്ബാസ് അലി ശിഹാബ് തങ്ങള്, സ്വാദിഖ് അലി ശിഹാബ് തങ്ങള്, ഹമീദ് അലി ശിഹാബ് തങ്ങള്, റഷീദ് അലി ശിഹാബ് തങ്ങളല്ല. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ദുന്നൂറൈനി, അലിയിൽ മുർത്തദ, അതാണ് അൽ ഖുലഫാഉർ റാഷിദീൻ. ആ ലോകത്തേക്കാ കൊണ്ടോണ്. പിണറായി അളന്ന് മുറിച്ച് പറഞ്ഞതാ, പക്ഷെ ആ മുറിച്ചപ്പോ ഒരു കണ്ടം കുറച്ച് വലിപ്പം കൂടി പോയി. ഖലീഫമാരെ കാലത്തേക്കാ കൊണ്ടോണ്. ഈ അച്യുതാനന്ദൻ വെറുതെ അങ്ങനെ ഇരുന്ന് പറയാ ഒരു ദിവസം, ഈ മുസ്ലിം ചെറുപ്പക്കാര്
ഈ മറ്റു സമുദായത്തിലെ പെൺകുട്ടികളെ ലൈനടിച്ച് കല്യാണം കഴിച്ച് സാഹത്ത് എല്ലി കൊടുത്ത് ഇവരിങ്ങനെ പോയാൽ ഒരു 2025, 30, 35 ഒക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. ആര്? അച്യുതാനന്ദൻ. അത് പറയേണ്ട താമസം യോഗി ആദിത്യനാഥ്, UP മുഖ്യമന്ത്രി. മൂപ്പരെന്താ പറഞ്ഞ അറിയാം? केरल के मार्क्सवादी साम्यवादी मुख्यमंत्री श्री अच्युतानंदन ने कहा केरला में लव जिहाद है. ലവ് ജിഹാദ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഈ ലവ് ജിഹാദ് എന്നുള്ള വാക്കെന്നെ തെറ്റല്ലേ? ലവ് എന്ന് പറഞ്ഞ പ്രേമ, ജിഹാദ് പറഞ്ഞ യുദ്ധം. യുദ്ധം മാത്രല്ല ജിഹാദ്. ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അഷ്റഫുൽ ഖൽക്ക് തന്റെ അനുയായികളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബ, ഇഞ്ഞാണ് ശരിക്കൊരു യുദ്ധം, ഒരു വലിയ യുദ്ധം. അതെന്താ? സ്വന്തം നഫ്സിനോടുള്ള യുദ്ധമാണ്. അഫ്ളലുൽ ജിഹാദി വേറുണ്ട്. കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഹിരി. അക്രമിയായ ഇതുപോലുള്ള ഭരണാധികാരികളുടെ അടുക്കലുള്ള നീതിപൂർവമായ വാക്കാണ് ജിഹാദിൽ വെച്ച് ഏറ്റവും നല്ല ജിഹാദ്. അപ്പൊ ജിഹാദിന് അർത്ഥം കുറെ ഉണ്ട്. പക്ഷെ അച്യുതാനന്ദൻ പറഞ്ഞ എന്താ അറിയാം? ലവ് ജിഹാദ്, പ്രേമിച്ച് യുദ്ധം ചെയ്യുക. എന്ത് വർത്താനാണത്? ലവ് തലേ കയറിയവന് ജിഹാദ് കൽബ് കയറുമോ? ജിഹാദ് കൽബ് കയറിയവന് ലവ് തലേ കയറുമോ? ഒരു യുദ്ധത്തിന് പോണവന് ലവ് പറയാ അല്ലേ? ഒരു പ്രേമിക്കാൻ പോണവനോട് ഫീ സബീലില്ല, അള്ളാന്റെ മാർഗത്തിന്റെ അവിടെ പള്ളി വിളിക്കുന്നുണ്ട്, നീ വാന്ന് പറഞ്ഞാൽ ഇവിടെ പ്രേമിക്കാൻ നിൽക്കും. ഇത് രണ്ടും മോരും മുതരി മാതിരത്തെ സാധനം, രണ്ടും പരസ്പരം ചേരൂല. ഇയാളെ പോക്ക് കണ്ടാണ് CPI പറഞ്ഞത്, ഈ പിണറായിയുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും പിണറായി പറയുന്നതെന്നറിയാം, നമ്മളാണ് തലവൻ, കേരളത്തിന്റെ തലവൻ നമ്മളാണ്. അത് പണ്ടൊരു പെണ്ണൊരുത്തി വീട്ടില് ഭർത്താവുമായി എന്നും തർക്കം രൂക്ഷായപ്പോ ഭർത്താവ് പറഞ്ഞു, ഞാനാണ് തലവൻ, ഞാൻ തന്നെയാണ് തലവൻ. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ തലവനാണ്, തലയാണ്, സമ്മതിച്ചു, പക്ഷെ പെരടി ഞാനാണ്, തല എങ്ങോട്ട് തിരിയണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു എന്ന് മൂപ്പത്തിര് പറഞ്ഞു. എന്ന പോലെ മോഡി തീരുമാനിക്കും മൂപ്പര് എങ്ങോട്ട് തിരിയണം. ഇനി അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആയുഷ്കാലത്ത് ലീഗിന് പോറലേൽക്കരുത്. ഒന്നും ആഗ്രഹിക്കണ്ട. അല്ല, ഇവിടെ ഇതില്ലേ, ദഫ് മത്സരമില്ലേ, അല്ല സോറി പ്രദർശനമില്ലേ? എത്ര സമയം? അല്ല, എന്നെ ഇവര് പറയും മിണ്ടാതിരിക്കുന്നവരൊക്കെ ഈ പഹയനൊന്ന് നിർത്തണമെന്ന് ആലോചിക്കുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ആയുഷ്കാലത്ത് ഇതിനൊരു പോറൽ ഏൽക്കരുത്. പ്രത്യേകിച്ച് വോട്ട് വരുമ്പോ ഒരു മാഞ്ഞാളം കൊഞ്ചല, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മൾ മാറിക്കും. ചെയ്യരുത്. ലീഗരെ, നിങ്ങളെ കൊണ്ട് ഈ പാർട്ടിക്ക് ആവശ്യമുള്ള ദുന്യാവിലെ ഒരു ദിവസം വോട്ടിന്റെ അന്നാണ്. ജാഥയിൽ നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, സമ്മേളനത്തിൽ നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വോട്ടിന്റെ അന്ന് നമ്മുടെ തങ്ങള് നമ്മുടെ പാർട്ടി പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഗതി മാറിയതിന്റെ ദുരന്താണ് നമ്മൾ 2 ദുരന്തം അനുഭവിച്ച് തീർക്കുന്നത്. പ്രാദേശിക ഗവൺമെന്റ് പഞ്ചായത്തും കൂടി പോയാൽ കഴിഞ്ഞു കഥ. അവര് പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊന്നും ചിന്തിക്കാനില്ല. അതാണ് AK ആന്റണി തിരുരങ്ങാടിയിൽ മത്സരിക്കുമ്പോ വസ്വാസ് ഉണ്ടാക്കി. അന്ന് അവിടെ TK ഹംസ പറഞ്ഞു, പള്ളി പൊളിച്ച കൈപ്പത്തി. അബ്ദുൽ നാസർ മഅദനി പറഞ്ഞു, ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ, TK ഹംസ. പള്ളി പൊളിച്ച കൈപ്പത്തി മഅദനി. ഇത് പറയുമ്പോ വല്യമ്മമാർക്ക് അതുവരെ കോണിയാ. ഞങ്ങളുടെ നാട്ടിലൊന്നും കോണിച്ചിഹ്നം നിയമസഭയ്ക്ക് ആ തിരുരങ്ങാടിയിൽ. പക്ഷെ ആന്റണിനെ നിർത്തിയപ്പോ ആദ്യമായിട്ട് കൈപ്പത്തി വന്നു. എന്താ പറഞ്ഞറിയാം? കുടുംബയോഗം കഴിഞ്ഞു വരുന്ന ഒട്ടുമ്മൽ കടപ്പുറത്തുനിന്ന് പരപ്പനങ്ങാടി നിന്ന് വരുന്ന വല്യമ്മമാരെ തടഞ്ഞു നിർത്തിയിട്ട് മാതൃഭൂമി പത്രക്കാരൻ ചോദിച്ചു, അല്ല വല്യമ്മ, ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ ഈ കൈപ്പത്തിക്ക് ചെയ്യാ? എങ്ങനെ മോനെ? ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ ഈ കൈപ്പത്തിക്ക് ചെയ്യാ? ആ വല്യമ്മ നിലത്ത് കിടക്കുന്ന ഒരു കൊള്ളി കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, മോനെ,
ഒരു കപ്പട കൊള്ളി എടുത്തിട്ട് പറഞ്ഞു, മോനെ ഇതാണ് ചിഹ്നം എന്ന് പാണക്കാട്ട കുട്ടിയോട് പറഞ്ഞാൽ വോട്ട് ദിമുണ്ടാവും, ചിലക്കാതെ ഓടവിടുന്ന്. ആ വല്യമ്മാന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് മുസ്ലിം ലീഗിന്റെ കൽബ്. പൊന്നുമക്കളെ, ഈ പച്ചക്കൊടി മുസ്ലിം സമുദായത്തിൽ എല്ലാരും പിടിച്ചിട്ടില്ല. നമ്മൾ നിരാശപ്പെടണ്ട. ഉയർന്ന് ചിന്തിച്ചപ്പോ കേരളത്തിൽ നമുക്ക് ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും നമ്മൾ തണലേകിയിട്ടുണ്ട്. നമ്മൾ സഹായിക്കാത്തവരെയും സഹായിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഒരുമയിൽ പോകണമെന്നാണ് ഈ ലീഗ് ആഗ്രഹിക്കുന്നത്. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങള് തന്റെ ഒരു നിമിഷം പോലും ബാക്കി വെക്കാതെ ആരെയൊക്കെ ഇങ്ങോട്ട് അടുക്കി കൂട്ടാൻ പറ്റുമോ അതിനു വേണ്ടി അടരാടി ജൈത്രയാത്ര നടത്തുമ്പോ നമ്മൾ പ്രാർത്ഥിക്കണം, ഈ പച്ചക്കൊടിക്കൊരു മങ്ങലേൽക്കാതിരിക്കാൻ. കാരണം ബാഫക്കി തങ്ങൾ പിടിച്ച കൊടി, പൂക്കോയ തങ്ങൾ പിടിച്ച കൊടി, എന്റെ പൊന്നു CH പിടിച്ച കൊടി, ഈ കൊടി മുസ്ലിം സമുദായത്തിൽ എല്ലാരും പിടിച്ചിട്ടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ പച്ച പതാകയോടുള്ള എതിർപ്പ് കൊണ്ട് പച്ച ഇല കറി വെച്ചത് വരെ കൂട്ടാത്ത ഒരു മുസ്ലിം സമുദായത്തിലുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഈ കൊടിയെ ഒരാൾക്കും വിട്ടുകൊടുക്കരുത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.